In mobile communication, next topics are packet radio access and multiple access with collision avoidance. First topic, packet radio access. Different types of multiple access scheme TDMA, FDMA, CDMA എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ ഈ ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ്ലി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷൻസിലാണ്. ഓക്കെ, ഇൻ ആബ്സെൻസ് ഓഫ് ഡാറ്റ ഇത്തരം മൾട്ടിപ്പിൾ ആക്സസ് സ്കീം യൂസ് ചെയ്യുക എന്നുള്ളത് റിസോഴ്സ് വേസ്റ്റേജ് ഉണ്ടാക്കും. അതുമാത്രമല്ല ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പറഞ്ഞാൽ ഹൈലി കോസ്റ്റ്ലി ആണ്. സോ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ടൈമിൽ ഒരു സ്മോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന അപ്ലിക്കേഷനിൽ ഈ ആക്സസ് സ്കീംസ് ഒന്നും യൂസ് ചെയ്യാറില്ല. അവിടെ യൂസ് ചെയ്യുന്നത് പാക്കറ്റ് റേഡിയോ ആക്സസ് സ്കീംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതെന്താ നോക്കാം. In packet radio access, subscriber uses a concatenation technique to transmit the data packet to a common channel and senses the acknowledgement to ensure the successful transmission. ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ടൈമിൽ ഒരു സ്മോൾ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്ന അപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത് ഒരു കോമൺ ചാനൽ ഉണ്ടായിരിക്കും. എല്ലാ യൂസേഴ്സിനും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു കോമൺ ചാനൽ. ഓക്കെ, ഒരു ബ്രോഡ്ബാൻഡ് മീഡിയം പോലെ ഒരു ബ്രോഡ്ബാൻഡ് മീഡിയം യൂസ് ചെയ്ത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് കോൺകാറ്റിനേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ കോമൺ ചാനൽ യൂസ് ചെയ്തിട്ട് എല്ലാ യൂസേഴ്സിനും ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ബട്ട് അറ്റ് എ ടൈം ഒരു യൂസറിന് മാത്രമേ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡാറ്റ റിസീവറിൽ സക്സസ്ഫുള്ളി റീച്ച് ചെയ്താൽ ഡാറ്റ സക്സസ്ഫുള്ളി റീച്ച് ചെയ്തു എന്ന് പറഞ്ഞൊരു അക്നോളജ്മെൻറ്റ് തിരിച്ച് ആ യൂസറിന് സെൻഡ് ചെയ്യും. In case of collision, the sender resends the data after a random interval of time. ഇപ്പോൾ ഇങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരു കൊളീഷൻ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാക്കറ്റ്സ് ഡിസ്ട്രോ ആയി പോവും. ദെൻ ആ പാക്കറ്റ് അഗെയിൻ റീസെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ ഒരു ആക്സസ് മെത്തേഡിനെയാണ് പ്യുർ അലോഹ എന്ന് പറയുന്നത്. ഇൻ പ്യുർ അലോഹ പ്രോട്ടോകോൾ യൂസർ ഡാറ്റാസ് സെൻഡ് ചെയ്യുന്നത് പാക്കറ്റ് ഫോർമാറ്റിലായിട്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് യൂസർ 1 ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു, നമുക്ക് പാക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ സെയിം ടൈമിൽ യൂസർ 2 ആൻഡ് 3 ഡാറ്റ സെൻഡ് ചെയ്യുന്നില്ല. സോ സക്സസ്ഫുള്ളി ഈ യൂസർ 1ൻ്റെ ഡാറ്റ റിസീവറിൽ റീച്ച് ചെയ്യുന്നു. ദെൻ റിസീവർ പാക്കറ്റ് സക്സസ്ഫുള്ളി റീച്ച്ഡ് എന്ന് പറഞ്ഞൊരു അക്നോളജ്മെൻറ്റ് തിരിച്ച് യൂസർ 1ന് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ യൂസർ 2 ആൻഡ് 3 കൺസിഡർ ചെയ്യാം. ഓക്കെ, യൂസർ 3 ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന അതേ ടൈമിൽ യൂസർ 2 ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ കൊളീഷൻ ഒക്കർ ചെയ്യുന്നു, ഈ രണ്ട് ഡാറ്റ പാക്കറ്റും ഡിസ്ട്രോയ് ആവും. ദെൻ ഈ യൂസേഴ്സ് ഒരു ബാക്ക് ഓഫ് ടൈം, ഒരു പർട്ടിക്കുലർ ടൈം വെയിറ്റ് ചെയ്ത് അഗെയിൻ ഈ ഡാറ്റാസ് റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ യൂസർ 3 ഈ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഒരു ടൈം വെയിറ്റ് ചെയ്ത് അഗെയിൻ യൂസർ 2 അതിൻ്റെ ഡാറ്റ അഗെയിൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പ്യുർ അലോഹ പ്രോട്ടോകോൾ, എ യൂസർ ട്രാൻസ്മിറ്റ്സ് whenever it has packets to transmit. When 2 or more packet transmissions overlap in time, a collision occurs. All packets involved in the collisions are destroyed. After successful transmission, receiver send acknowledgement to user. If acknowledgement not received within time, then a user picks random back of time to avoid repeat collision. User retransmit packet after back of time. ഓക്കെ, ഇതാണ് പ്യുവർ അലോഹ പ്രോട്ടോകോൾ കൺസെപ്റ്റ്. ബട്ട് ചാൻസസ് ഓഫ് കൊളീഷൻ വെരി ഹൈ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, അഡ്വാൻസ്ഡ് ആയിട്ട് സ്ലോട്ടഡ് അലോഹ പ്രോട്ടോകോൾ യൂസ് ചെയ്തു. സ്ലോട്ടഡ് അലോഹ പ്രോട്ടോകോൾ, ഇൻ ദിസ് പ്രോട്ടോകോൾ ടൈം സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ടൈം സ്ലോട്ടിൽ മാത്രമേ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ അലോ ചെയ്യുള്ളൂ. ഓക്കെ, ഇതാണ് സ്ലോട്ടഡ് അലോഹ പ്രോട്ടോകോൾ. അതുമാത്രമല്ല അവിടെ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഫസ്റ്റ് വൺ, ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ഓൺലി അറ്റ് ബിഗിനിങ് ഓഫ് ദ ടൈം സ്ലോട്ട്. ഏതെങ്കിലും ഒരു ടൈമിൽ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഒരു ടൈം സ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനിങ്ങിൽ മാത്രമേ ഒരു ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യാൻ അലോ ചെയ്യിക്കുള്ളൂ. ഓക്കെ, ടൈം സ്ലോട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഡാറ്റ ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതല്ല എൻഡിങ്ങിലോ അല്ലെങ്കിൽ മിഡിലൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ നെക്സ്റ്റ് ടൈം സ്ലോട്ടിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അവിടെ കൊളീഷൻ്റെ ചാൻസസ് കൂടും.
Second one, time slot greater than packet duration. പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടൈം സ്ലോട്ട് പാക്കറ്റ് സെൻഡ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക, പാക്കറ്റ് ഡ്യൂറേഷൻ, പാക്കറ്റ് സെൻഡ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഗ്രേറ്റർ ആയിട്ടുണ്ടെങ്കിൽ മോർ ദാൻ വൺ ടൈം സ്ലോട്ടിലേക്ക് പാക്കറ്റ് സെൻഡിങ് എക്സ്റ്റെൻഡ് ചെയ്യും, കൊളീഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഹൈ ആയിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. യൂസർ 1 ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, സെയിം ടൈമിൽ വേറെ യൂസേഴ്സ് ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല, സോ സക്സസ്ഫുൾ ട്രാൻസ്മിഷൻ. ഇൻ കേസ് ഓഫ് യൂസർ 2 and 3, സെക്കൻഡ് സ്ലോട്ടിൽ രണ്ട് യൂസേഴ്സും ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നുണ്ട്, സോ കൊളീഷൻ ഒക്കർ ചെയ്യും, രണ്ട് പാക്കറ്റും ഡിസ്ട്രോയ് ആവും. ഓക്കെ, അപ്പോൾ ഒരു ബാക്ക് ഓഫ് ടൈം അത് വെയിറ്റ് ചെയ്യും. ദെൻ ഈ പാക്കറ്റ്സ് റീഷെഡ്യൂൾ ചെയ്യും നെക്സ്റ്റ് 2 ടൈംസിലേക്കായിട്ട്. യൂസർ 2 ആൻഡ് യൂസർ 3യുടെ പാക്കറ്റ്സ് റീഷെഡ്യൂൾ ചെയ്യും. സോ ഇതാണ് സ്ലോട്ടഡ് അലോഹ പ്രോട്ടോകോൾ. കമ്പയർ ടു പ്യുവർ അലോഹ, കൊളീഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്, ബട്ട് ഇവിടെ ഒരു ഡിലേ ഉണ്ടായിരിക്കും. സോ ഇത് അഡ്വാൻസ്ഡ് ഫോമായിട്ട് റിസർവേഷൻ അലോഹ പ്രോട്ടോകോൾ യൂസ് ചെയ്യും. സ്ലോട്ടഡ് അലോഹ പ്രോട്ടോകോൾ കൺസെപ്റ്റിൽ ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് സ്കീം കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നതാണ് റിസർവേഷൻ അലോഹ പ്രോട്ടോകോൾ. സ്ലോട്ടഡ് അലോഹ പ്രോട്ടോകോളിൽ യൂസ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ടൈം സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂസേഴ്സിന് ടൈം സ്ലോട്ട് റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസർവേഷൻ സ്ലോട്ട് കൂടെ അഡീഷണൽ ആയിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗർ നോക്കാം. മെസ്സേജസ് സെൻഡ് ചെയ്യാനുള്ള മെസ്സേജ് സ്ലോട്ട്സ്. ഓക്കെ, ദെൻ സ്മോൾ ടൈം സ്ലോട്ട്സ് റിസർവേഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു യൂസറിന് ഒരു ഡാറ്റ ഇൻ ഫ്യൂച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ടൈം സ്ലോട്ട് റിസർവ് ചെയ്ത് വെക്കുക. സെയിം ടൈമിൽ രണ്ട് യൂസേഴ്സ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ റിസർവ് ചെയ്തിരിക്കുന്ന യൂസേഴ്സിനായിരിക്കും ഹയർ പ്രയോറിറ്റി പ്രൊവൈഡ് ചെയ്യുക. സോ അതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടൈം സ്ലോട്ടിൽ ആ ഡാറ്റാസിൻ്റെ ട്രാൻസ്മിഷൻ അലോ ചെയ്യിക്കും. റിസർവേഷൻ ഇല്ലാത്ത യൂസേഴ്സാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തതെങ്കിൽ റൗണ്ട് റോബിൻ അൽഗോരിതം യൂസ് ചെയ്ത് എപ്പോഴാണോ ടൈം സ്ലോട്ട് ഫ്രീ വരിക അപ്പോൾ മാത്രമേ ഡാറ്റാസ് അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Okay, slotted aloha combined with TDMA. In this protocol, slots are assigned with priority, and it is possible for user to reserve slot for transmission of packets either permanently or on request. റിസർവേഷന് വേണ്ടി ഒന്നെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ടൈം സ്ലോട്ട് അതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത് വെക്കും. Okay, and have reservation period followed by transmission period. For reservation, a data packet of very small duration is sent to reserve a transmission time slot. It provides better throughput but cause larger delay. So these are the some methods used in packet radio access. In first module, last topic is multiple access with collision avoidance. ഒരു വയർലെസ് നെറ്റ്വർക്ക് സ്കീമിൽ മെയിൻ കൊലീഷൻ റീസൺ എന്ന് പറയുന്നത് ഹിഡൻ ടെർമിനൽസിൻ്റെ ഡാറ്റ ട്രാൻസ്മിഷനാണ്. മൾട്ടിപ്പിൾ ആക്സസ് കൊലീഷൻ അവോയ്ഡൻസ് സ്കീം സോൾവ് ദ ഹിഡൻ ടെർമിനൽ പ്രോബ്ലംസ് ഓഫ് ദ വയർലെസ് നെറ്റ്വർക്ക്. സോ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്, ഒരു ലാർജർ ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നതിന് പകരം ആ ഡാറ്റ പാക്കറ്റിനെ സ്മോൾ ഫ്രെയിംസ് ആക്കി ഡിവൈഡ് ചെയ്ത് സ്മോൾ ഫ്രെയിമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഒരു ലാർജർ പാക്കറ്റ് ഡിസ്ട്രോയ് ചെയ്താൽ ആ എൻറ്റയർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റയും ഡിസ്ട്രോയ് ആവും. ഓക്കെ, സ്മോൾ ഫ്രെയിം ആണെങ്കിൽ ആ പർട്ടിക്കുലർ ചെറിയ ഫ്രെയിം മാത്രമേ കൊളീഷൻ വന്നാൽ അവിടെ ഡിസ്ട്രോയ് ആയി പോവുള്ളൂ. ഓക്കെ, carrier sends multiple access with collision avoidance can reduce collision using fragmentation. Send many smaller frame instead of one larger frame. Reduce the probability of collision but adds some overhead. സോ ഇവിടെ യൂസ് ചെയ്യുന്നത് പോളിംഗ് ടെക്നിക്സ്, മൾട്ടിപ്പിൾ ആക്സസ് വിത്ത് കൊളീഷൻ അവോയ്ഡൻസ് ടെക്നിക്സ് എങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു യൂസറിന് ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നെ അത് പോൾ ചെയ്യണം അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യണം. റിസീവർ സെക്ഷനോട് ആസ്ക് ചെയ്യും അല്ലെങ്കിൽ പോൾ ചെയ്യും, ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനുണ്ട് സെൻഡ് ചെയ്യട്ടെ എന്ന് ആസ്ക് ചെയ്യും.
യെസ് എന്ന് കൊടുത്താൽ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അലോ ചെയ്യിക്കുള്ളൂ. ഓക്കെ, അതാണ് പോളിംഗ് ടെക്നിക്സ്. ഇറ്റ് ഈസ് എ ചാനൽ ആക്സസ് മെത്തേഡ് in which each computer is polled or asked in sequence if it want to transmit. If yes, then that user is given permission. Otherwise, the remaining users are kept waiting. And it was very orderly way of allowing each user to send the message in its turn and preventing collision. So our first module is over. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.